കഴിഞ്ഞ ദിവസം സിനിമയ്ക്കുള്ളിലെ കഞ്ചാവ് വേട്ടയും മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. രണ്ട് നടന്മാരുടെ പേര് വന്നതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് താരം എന്ന പേരിൽ ഒരാളുടെ പേര് കൂടി പുറത്തു വന്നിരുന്നു. എന്നാൽ അത് ജിൻഡോയാണെന്ന് പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മുൻ ബിഗ് ബോസ് താരവും വ്ളോഗറും ഒക്കെയായ സായി കൃഷ്ണ. ജിൻഡോയാണ് ആ താരം. എല്ലാവരും ചോദിക്കുന്നു അത് ആരാണെന്ന് എന്നോടും ചോദിക്കുന്നുണ്ട്. എന്നാൽ ജിൻഡോയാണ് ആ വ്യക്തി. പലരും അത് തുറന്നു പറയാത്തത് അതിനുള്ള തെളിവുകളോ അല്ലെങ്കിൽ അത് പുറത്തു പറയാനുള്ള കാര്യങ്ങളോ എത്തിയിട്ടില്ല. എന്നാൽ ജിൻഡോയാണ് അവർ പറയുന്ന ഈ വ്യക്തി. ആ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയുടെ പേരും പുറത്തു വരും. അതോടെ തന്നെ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ജിൻഡോയുടെ പേരിൽ കേസ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു പറയരുത് എന്ന് പറഞ്ഞത്. രണ്ട് നടന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെയുള്ള കേസുകൾ ഏകദേശം തന്നെ തീരാറായെന്നും പരാതികളുണ്ട് എന്നും പറയുന്നു. എന്നാൽ ഈ ഒരു താരത്തിനെക്കുറിച്ച് വലിയ പരാതികൾ ഇല്ലാത്തതുകൊണ്ടും പരാതിയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത് കൊണ്ടുമാണ് പേര് പുറത്തു പറയാത്തത്. എന്നാൽ ഇത്രയും ബിഗ് ബോസ് സീസണുകളിൽ വന്ന പലരുടെയും പേര് അവിടെ വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ തൻ്റെ പേരുൾപ്പെടെയും വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നിരപരാധികളെ രക്ഷപ്പെടുത്തേണ്ടതും എൻ്റെ ഒരു കടമയാണല്ലോ. എനിക്കും രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വെളിപ്പെടുത്തുന്നത് എന്ന് പറയുന്നു. താമസിയാതെ തന്നെ ഇത് ജിൻഡോയാണെന്നുള്ള വെളിപ്പെടുത്തൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും വരും. നിയമവശാൽ തന്നെ അവർ പുറത്തുവിടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് ചിലരെങ്കിലും പറയും. കാരണം ആരാധകർ ഒത്തിരി ഉണ്ട് ജിൻഡോയ്ക്ക്. ജിൻഡോയുടെ ആരാധകരെല്ലാവരും ഇത് സത്യമല്ലെന്നും കള്ളമാണെന്നുമൊക്കെ പറഞ്ഞു വരുത്താനുണ്ട്. എന്നാൽ അതൊന്നുമല്ല, താൻ പറഞ്ഞതാണ് സത്യമെന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെളിയും. ജിൻഡോയാണ് ഇത് ഒളിപ്പിച്ചു വയ്ക്കാൻ എല്ലാവരോടും പറയുന്നത്. ഇതും സായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വച്ച കേസിൽ അറസ്റ്റിലായ തസ്ലീമയെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അവരുടെ കേസിൽ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. തസ്ലീമ വലിയൊരു തിമിംഗലമാണെന്നും അതിൻ്റെ വയറ്റിൽ ഒരുപാട് സിനിമക്കാരുണ്ടെന്നും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഈ കേസിൽ പുതുതായി 5 പേർ കൂടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതും നേരിട്ടെത്തിയാണ് കൈമാറിയതെന്ന് പറയുന്നു. ആ നോട്ടീസ് കിട്ടിയവരിൽ ഒരു ബിഗ് ബോസ് താരമുണ്ടെന്നാണ് വാർത്ത വന്നിരുന്നു. അത് ജിൻഡോയാണ്. ഇപ്പോൾ ജിൻഡോയുടെ പേര് കൃത്യമായി ചില താരങ്ങളും പറയുന്നുണ്ട്. എന്നാൽ പലരും ഇപ്പോൾ ജിൻഡോയുടെ പേര് കർശനമായി തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് നിയമവശാൽ തന്നെ തെറ്റായ രീതി ആയതുകൊണ്ടാണ് എന്ന് പറയുന്നു. എന്നാൽ നിയമവശാൽ പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് പുറത്തു പറയും എന്ന് തന്നെയാണ് സായി പറയുന്നത്. അതിനു മുൻപ് സായി പറഞ്ഞുവെന്ന് മാത്രം. സായിക്ക് ഇത്തരത്തിൽ നിയമമില്ലാത്തത് കൊണ്ട് തന്നെ സായിക്ക് അത് തുറന്നു പറയാൻ സാധിച്ചു. തൻ്റെ പേര് പോലും പലപ്പോഴും വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. എന്നാൽ താൻ പോലെയുള്ള ബിഗ് ബോസ് താരങ്ങളുടെ പേര് വെറുതെ വലിച്ചിഴക്കരുതെന്നും തങ്ങളല്ല അത് ചെയ്തതെന്നും അത് ജിൻഡോയാണെന്നുമൊക്കെ ഇപ്പോൾ തിരുത്തി പറയുകയാണ് സായി. വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളെ ഇതിൻ്റെ ഇടയിൽ വലിച്ചിടുന്നത് കൊണ്ടാണ് താൻ ഇതിൽ ഇടപെടുന്നതെന്നും സായി പറയുന്നുണ്ട്. തൻ്റെ പേരുൾപ്പെടെ തന്നെ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. താനും മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാണ്. അതുകൊണ്ടാണ് താനിത് പറയാൻ ബാധ്യതനായിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.